നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ചിറ്റാറ്റുകര തെരുവിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരും പാവർട്ടി കാക്കശ്ശേരി സ്വദേശികളുമായ നാലകത്ത് മുഹമ്മദ് ഫർഷിൻ, പണിക്കവീട്ടിൽ റൌഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 1:30ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തലിനു ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ, കാഴ്ചശിവേലി, കലശാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, മേൽശാന്തി MK ശിവാനന്ദൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 3-ന് ശ്രീ ശങ്കരപുരം പ്രകാശന്മാരാറും സംഘവും നയിച്ച പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വിവിധ കരകളിൽ നിന്നുള്ള 23 ഉത്സവാഘോഷ കമ്മിറ്റികളുടെ പൂരങ്ങൾ രാത്രി 8-ന് ക്ഷേത്രത്തിലെത്തി. ഗജവീരന്മാർ, വിവിധ വാദ്യമേളങ്ങൾ, നാടൻ കലാരൂപങ്ങൾ, വർണ്ണക്കാവടികൾ എന്നിവ എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി. രാത്രി 8 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം വർണ്ണമഴ ഉണ്ടായി. രാത്രി 10:30ഓടെ ആറാട്ടും കൊടിയിറക്കവും നടന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് K പ്രധാൻ, KR രമേശ്, AA ജയകുമാർ, NG പ്രവീൺ കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ ചൊവ്വന്നൂർ ബ്ലോക്ക് തല സമാപനം വിവിധ ആരോഗ്യ പരിപാടികളോടെ ആളൂർ വായനശാല പരിസരത്ത് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും നേതൃത്വത്തിൽ സർക്കാർ ആരോഗ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ആരോഗ്യ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പര്യടനത്തിന്റെ ലക്ഷ്യം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV തിലകൻ, ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസാദ് CN, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുധീബ, ബ്ലോക്ക് മെമ്പർ പ്രമിത സജീവൻ, പഞ്ചായത്ത് അംഗങ്ങളായ നിവ്യ റെനീഷ്, ലിയ ജോജു, ഗംഗാധരൻ മാസ്റ്റർ, സൗമ്യ ധനൻ, വിനു ജോൺസൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മലങ്കര ആശുപത്രി നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് തുടങ്ങി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി SC UP സ്കൂളിൽ കരാട്ടെ കളർ ബെൽറ്റ് അവാർഡിംഗ് നടത്തി. ചൊവ്വാഴ്ച സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷഡോക്കൻ കരാട്ടയുടെ നേതൃത്വത്തിലാണ് സ്കൂളിലെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് അവാർഡിംഗ് നൽകിയത്. ചടങ്ങിൽ സെമ്പായ് ജസിം, സ്കൂൾ പ്രധാനാധ്യാപകൻ K മുഹമ്മദ് സൽമാൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് റഹിയാനത്ത് PA, MPTA പ്രസിഡന്റ് VV റൈഹാനത്ത്, അധ്യാപകരായ VK മിനി ടീച്ചർ, OS പ്രഭിത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ അതിരൂപത സീനിയർ വൈദികൻ പെരിയ ജോയ് ഫ്രാൻസിസ് എടക്കളത്തൂർ നിര്യാതനായി. 84 വയസ്സായിരുന്നു. കുന്നംകുളം ചിറ്റഞ്ഞൂർ തലക്കാട്ട് വീട്ടിൽ തിലകമണി നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തും. പരേതനായ വിദ്യാധരൻ ഭർത്താവാണ്. മെവിൻ, ഗാവിൻ എന്നിവർ മക്കളാണ്. വടക്കാഞ്ചേരി ഓട്ടുപാറ ചെറുവത്തൂർ പരേതനായ മാത്യൂസ് ഭാര്യ ബേബി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. റീന, ലാലു, ബോബി, സീന എന്നിവർ മക്കളാണ്. എളവള്ളി കടുപ്പത്ത് കുഞ്ഞപ്പൂ മകൻ ചന്ദ്രൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ശാന്തിതീരം വാതക ശ്മശാനത്തിൽ നടത്തി. അജിത ഭാര്യയും രഞ്ജിത്ത്, സംഗീത, വിവേക് എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.